ഡോക്ടർ എസ് അഭിലാഷിലേക്ക് പോകുകയാണ്. ഡോക്ടർ അഭിലാഷ്, കൊച്ചിയിൽ പെയ്ത മഴയുടെ കാരണമാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ സജീവമായി ചർച്ച ചെയ്തത്. മേഘവിസ്ഫോടനത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്നുവെന്ന് പറയുന്നു. 1.5 മണിക്കൂറിൽ പെയ്ത 98 മില്ലിമീറ്റർ മഴ. അസാധാരണമായ മഴപ്പെയ്ത്താണോ കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പ്രീ മൺസൂൺ സമയത്ത് പൊതുവെ കഴിഞ്ഞ ആഴ്ചയായാലും ഇന്ന് ലഭിച്ച മഴയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, മഴയുടെ തീവ്രത നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല അവസരങ്ങളിലും 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്ററിന് മുകളിൽ മഴ കിട്ടുന്ന അവസരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം 22-ാം തീയതി ആയിരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള മഴ ലഭിച്ച അത് ചേർത്തല അല്ലെങ്കിൽ കുമരകം അങ്ങനെ പല AWS സ്റ്റേഷനുകളിലും പരിശോധിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 8 മുതൽ 9 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് കൊച്ചിയുടെ പല പ്രദേശങ്ങളിലും ലഭിച്ച മഴയുടെ കണക്കും ലഭിച്ച രീതിയും അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട്ടിലിരിക്കുന്നവർക്കൊഴിച്ച് വെളിയിലിറങ്ങിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇന്നത്തെ മഴയുടെ തീവ്രത എത്രത്തോളം ഉണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേറെ ഒരു കാര്യം ആവശ്യമില്ല. കാരണം എല്ലാവരും പറയും മഴ മാത്രമല്ല ഓടകളുടെ പ്രശ്നമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ മഴയെന്ന് പറയുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയായിരുന്നു. പ്രത്യേകിച്ചും മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴയാണ് ഇന്ന് കൊച്ചിയിൽ ലഭിച്ചത്. ഇത് പഠിക്കാൻ വേണ്ടി തന്നെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇങ്ങനത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ മേഘവിസ്ഫോടനമൊന്നും അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തുള്ള വലിയ മഴയെന്നൊക്കെ നമ്മൾ പറയാൻ ഇന്ന് ഫുള്ള് ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയ മഴ 10 മണി 11 മണി ആയപ്പോഴത്തേന് മഴ തീർന്നു. അതിനുശേഷം കൊച്ചിയിൽ മഴ പെയ്തിട്ടില്ല. ഇന്ന് പല സ്റ്റേഷനുകളിലും 150-ഉം 200-ഉം സെന്റിമീറ്റർ വരെ മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയ പല സ്റ്റേഷനുമുണ്ട്. പക്ഷേ ഇത് കിട്ടിയത് മൊത്തം ഒരു 3-4 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് മഴയുടെ പെയ്ത്ത് രീതി കഴിഞ്ഞ കുറേ കാലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലഭിച്ച മഴയെന്ന് പറയുന്നത് നമുക്കറിയാം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റും മേഘവിസ്ഫോടനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന അവസരത്തിലാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. അത് നമ്മളൊരു കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ കിട്ടിയില്ലെങ്കിലും 2 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ കിട്ടിയാലും ഏകദേശം ഇതേ എഫക്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു അർബൻ ഏരിയയിലും അല്ലെങ്കിൽ ഒരു ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ 2 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ലഘുമേഘ വിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കൂടുതൽ പഠിക്കണമെന്നുള്ള ഒരു ഇതിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ 3-4 സ്ഥലത്ത് AWS സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കഴിഞ്ഞ ആഴ്ച തന്നെ മാലിയങ്കര SN കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ള AWSൽ ഒരു 96.2 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മില്ലിമീറ്റർ മഴയും കൊണ്ടുണ്ടായിരുന്നെങ്കിൽ അത് മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. അപ്പം കേവലം ആ ഒരു ഡെഫിനിഷൻ്റെ പേരിൽ അതിനെ നമുക്ക് അത് അങ്ങനെ പറയാൻ സാധിക്കില്ല, ഒരു ലഘുമേഘ വിസ്ഫോടനമാണെന്ന് പറയാം. പക്ഷേ ഇന്ന് കൊച്ചിയിൽ ലഭിച്ചത് നമ്മൾ ഗുസാറ്റിനുള്ളിൽ തന്നെയുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത് രാവിലെ 9:05 മുതൽ 10:05 വരെ 103 മില്ലിമീറ്റർ മഴയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 100 സെന്റിമീറ്ററിന് മുകളിൽ 10 സെന്റിമീറ്ററിന് മുകളിൽ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ ഇതിന് തൊട്ടടുത്തുള്ള IMDയുടെ തന്നെ കളമശ്ശേരി റെക്കോർഡിംഗ് സ്റ്റേഷനിൽ AWS സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത് 94 മില്ലിമീറ്ററിന് അടുത്തുള്ള മഴയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 സെന്റിമീറ്ററിന് അടുത്തുള്ള മഴയാണ് ഈ പ്രദേശങ്ങളിൽ രേഖപ്പെടുത്തിയത്. അത് ഈ മഴക്കണക്ക് മാത്രമല്ല, ഈ കളമശ്ശേരി ഏരിയയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാകും. 2018-ലും 19-ലും ഒന്നും വെള്ളം കയറാത്ത കളമശ്ശേരിയുടെ പല പ്രദേശങ്ങളിലും ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരു മീറ്റർ 2 മീറ്ററോളം വെള്ളം കയറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ടായത് ചുരുങ്ങിയ കാലയളവിലുണ്ടായ വലിയ അതിതീവ്ര മഴയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ഈ ഒരു കാരണം പല ആൾക്കാരും ഇതിനെ പ്രത്യേകിച്ചും വലിയൊരു ലോങ് ലീഡിലൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് നിലവിലില്ല. റഡാറും അല്ലെങ്കിൽ സാറ്റലൈറ്റും ഒക്കെ നോക്കി അതിൻ്റെ ഒരു സാധ്യത നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും സാറ്റലൈറ്റുകളിലും റഡാറുകളിലും ഒക്കെ വലിയ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യമാണ് ദൃശ്യമായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലയിൽ തമിഴ്നാടിന് ചേർന്ന് നിലനിൽക്കുന്ന ഒരു ചക്രവാത ചുഴിയും ഒരു ദിവസം മുന്നേ ഉണ്ടായിട്ടുള്ള ആ റെമൽ ചുഴലിക്കാറ്റും ഒക്കെ ആയപ്പോൾ
ഈ നമ്മുടെ ഈ പൊതുവേ പ്രീ മൺസൂൺ ക്ലൗഡ് എന്ന് പറയുന്ന കൂമ്പാരമേഘങ്ങൾ അല്ലെങ്കിൽ കട്ടുകൂടിയ 14 കിലോമീറ്റർ വരെ ഹൈറ്റ് പോകുന്ന കൂമ്പാരമേഘങ്ങളാണ്. അതിൽ നിന്നാണ് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇല്ല 20 മിനിറ്റ് കൊണ്ട് മഴ പെയ്ത് മാറുന്ന ഒരു സ്വഭാവമാണ് ഈ പ്രീ മൺസൂൺ റെയിൻഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഇത്തരം മേഘങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അറബിക്കടലിൻ്റെ ഈസ്റ്റ് സെൻട്രൽ അറബിക്കടലിൽ നിലനിന്നിരുന്ന വലിയൊരു മേഘക്കൂട്ടം ഈ നമ്മുടെ പടിഞ്ഞാറൻ കാറ്റ് കുറച്ചൊന്ന് ശക്തി പ്രാപിച്ചതുകൂടി നീരാവിയും ഈ മേഘക്കൂട്ടവും നമ്മുടെ കരയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പലപ്പോഴും ഇത് കരയിലെത്താതെ സാന്നിധ്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് മാറി ഒരു മേഘ വിസ്ഫോടനം എന്ന തരത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ അതൊരു അസാധാരണമായ സാഹചര്യമാണല്ലോ. കേരളത്തിൽ അസാധാരണമായ സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മളിത് പലപ്പോഴും ഇത് പറയുന്ന സമയത്ത് പലരും നമ്മളെ കളിയാക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ചാനലിലൂടെ വന്ന് പല ശാസ്ത്രം തർജ്ജിമ ചെയ്ത് എഴുതുന്ന പല ശാസ്ത്രജ്ഞന്മാരും ഇതിനെപ്പറ്റിയൊക്കെ പലതും പറയുന്ന കമൻസും കേൾക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി. കാരണം നമ്മൾ ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സാധനമാണ്. കാരണം സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ 2019 ശേഷം സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ എന്ന് പറയുന്ന കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലിൻ്റെ ഭാഗം അതിതീവ്രമായിട്ട് ചൂടാകുകയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ അന്തരീക്ഷ സ്ഥിതിയും ഇത്തരം കൂമ്പാരമേഘങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഘടകം കൂടെ വരുമ്പോഴത്തേനും ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായതായാലും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസം ഇത്തരം കൂമ്പാരമേഘങ്ങൾ കട്ടികൂടിയ മേഘങ്ങൾ നിന്നു പെയ്തത് കടലിലാണ്. അറബിക്കടലിൽ നിന്നും, അതായത് നമ്മുടെ തീരത്ത് നിന്നും ഒരു 100 കിലോമീറ്റർ മാറിയാണ് ഇത്തരം മേഘങ്ങൾ മൊത്തവും പെയ്തു തീർന്നത്. അതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തിരുന്നത്. അപ്പം അത് ഒരു ദിവസമാണ്, 22-ാം തീയതി മാത്രമാണ് അത് കരയിലേക്ക് കയറി വന്ന് അന്നേരം നമ്മൾ കണ്ടതാണ് കേരളം മുഴുവൻ മുങ്ങുന്ന തരത്തിലുള്ള പ്രശ്നം. അത് വ്യാപകമായിട്ടുള്ള മീസോസ്കെയിൽ മിനി ക്ലൗഡ് ബസ്റ്റ് എന്നെങ്കിൽ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയും. ഇതിനെപ്പറ്റി ഞങ്ങൾ 2019-20 പേപ്പറുകൾ ഇറക്കിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം സിറ്റുവേഷൻ ഇനിയും അടിക്കടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പലരും വന്ന് ആ കാലഘട്ടങ്ങളിൽ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. കാരണം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ തീരത്തിന് ഉള്ളിലേക്ക് കടന്നു വരാതെ നമ്മുടെ ഓഫ് ദ കോസ്റ്റിന് വെളിയിൽ നിന്ന് ഇതിൻ്റെ പൂർണ്ണമായിട്ടും പല ഭാഗങ്ങളും പെയ്തു തീരുകയാണ് ചെയ്യുന്നത്. പക്ഷെ കാറ്റ് അനുകൂലമാകുന്ന ഇത്തരം അവസരങ്ങളിൽ ഇത് കരയിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് സംഭവിച്ചത്. സാധാരണ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ പ്രീ മൺസൂൺ സമയത്തുണ്ടാകുന്ന മേഘങ്ങൾ കട്ടി കൂടിയതാണ്. പക്ഷെ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റേ ഉള്ളൂ. അപ്പം ഈ അന്തരീക്ഷ ഘടകങ്ങൾ, ഒരു മൺസൂണിന് സമാനമായിട്ടുള്ള അന്തരീക്ഷ ഘടകങ്ങൾ, ഒരു ചക്രവാത ചുഴി, അതുപോലെ തന്നെ റിമൽ ചുഴലിക്കാറ്റ് നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിനെ ഒന്ന് ശക്തിപ്പെടുത്തി. അപ്പം പടിഞ്ഞാറ് അറബിക്കടലിൽ നിലനിന്നിരുന്ന മേഘക്കൂട്ടങ്ങളെയും നീരാവിയെയും നമ്മുടെ കരയിലേക്ക് അത് അടുപ്പിച്ചു. കടലിൽ 2 ആഴ്ച മുമ്പ് കടലിൽ പെയ്ത മഴ മൊത്തം കരയിൽ വന്ന് പെയ്തു. അപ്പൊ ഈ ഒരു അവസരം സ്വാധീനം ഇപ്പോഴും നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണോ? കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഈ കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേരള തീരത്തേക്ക് എത്തുന്ന മഴ, അതിനു മുൻപുണ്ടാകുന്ന കാറ്റ്, ഇത് റേമലിന്റെ ഒരു സ്വാധീന ഫലം അതിലുണ്ടോ? റെമൽ ചുഴലിക്കാറ്റ് വന്നപ്പോൾ സംഭവിച്ചത് നമ്മുടെ മൺസൂൺ കാറ്റിനെ കുറച്ചുകൂടി മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. ഒരു മൺസൂൺ കാറ്റിനെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു പുള്ളിങ് എഫക്റ്റ് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പസഫിക്കിലും ഒരു ചെറിയ ടൈഫൂൺ നിലനിൽക്കുന്നുണ്ട്. അതും ഈ ഒരു പടിഞ്ഞാറൻ കാറ്റിനെ ഒന്ന് വേഗത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മോയ്സ്ചറിനെ അല്ലെങ്കിൽ നീരാവിയെ നമ്മുടെ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിലുള്ള മേഘങ്ങളെ കരയിലേക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ട് വരുന്ന കാറ്റൂടെ ഫേവറബിളാകുന്ന അവസരങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഭാഗ്യമെന്ന് പറയട്ടെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമുക്കത് യഥാർത്ഥത്തിൽ 1 മണിക്കൂർ കൊണ്ട് 103 മില്ലിമീറ്റർ മഴ നമുക്ക് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്ന മഴയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേനൽ മഴ വേണ്ടതിലധികം ലഭിച്ചു കഴിഞ്ഞൊരു സാഹചര്യമാണോ സംസ്ഥാനത്തുള്ളത്? വെള്ളിയാഴ്ചയോട് കൂടി കാലവർഷം എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് വേനൽ മഴ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഇത് പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടോ?
വേനൽമഴ നല്ല തോതിൽ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേനൽമഴ ലഭിച്ച പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മെയ് 15 വരെ വേനൽമഴയുടെ കുറവ് 65% ഇപ്പോൾ അത് കൂടി എക്സസ് ആയിട്ട് നമുക്ക് വേനൽമഴ കൂടുതലായിട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കൂടുതൽ ലഭിച്ചിരിക്കുന്ന മഴയെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, ഒരു 10 ദിവസം കൊണ്ട് ലഭിച്ച മഴ കൊണ്ടാണ് ഒരു സീസണിൽ, ഒരു വേനൽക്കാലത്ത് മുഴുവൻ കിട്ടുന്ന മഴയിൽ 70-80% 10 ദിവസം കൊണ്ട് കിട്ടുന്ന രീതിയിലാണ് മാറിയിട്ടുള്ളത്. അപ്പം പ്രീ മൺസൂൺ അല്ലെങ്കിൽ മൺസൂൺ വേനൽ മഴ എന്ന് പറയുന്നത് പൊതുവെ ശക്തി പ്രാപിക്കുന്ന അതിലൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു കാലയളവ് ലഭിക്കേണ്ട മഴ അതിന്റെ തുടക്കത്തിൽ ലഭിക്കാതിരിക്കുകയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതൊരു ആരോഗ്യകരമായ പ്രവണതയാണോ? അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനവുമൊക്കെ ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണോ അതിനെ സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമുക്ക് 2018 മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 19-ലും 20-ലും ഒക്കെ സംഭവിച്ചതാണ്. 19-ൽ നമുക്ക് ജൂലൈ വരെ 35% മഴക്കുറവാണ്. ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ആയിട്ടുള്ള മഴയാണ് നമ്മൾ 19-ലെ വെള്ളപ്പൊക്കത്തിന് കാരണം. 20-ലും അതാണ് സംഭവിച്ചത്. 21-ലാണെങ്കിൽ മൺസൂൺ മഴ കുറവ്. 21 ഒക്ടോബർ ആയപ്പോഴേക്കും മൺസൂൺ കാലത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതലും വരെ പ്രീ മൺസൂൺ കിട്ടി. അതുകൊണ്ടാണ് കുട്ടികളും കൊക്കയാറും ഒക്കെ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ മഴയുടെ പെയ്ത്ത് രീതിയിലുള്ള മാറ്റം കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മഴയുടെ പെയ്ത്ത് രീതി മാറുന്നു. അതുപോലെ തന്നെ മഴമേഘങ്ങളുടെ ഘടനയും, പ്രത്യേകിച്ച് മൺസൂൺ കാലത്താണ് നമ്മളത് കൂടുതൽ കണ്ടത്. എന്നിരുന്നാൽ പോലും ഈ പ്രീ മൺസൂൺ സമയത്തിൽ ഓൾറെഡി തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രദേശത്ത് കാണുന്നത് ഈ കൂമ്പാര മേഘങ്ങളാണ്, ഒരു ഇടിമിന്നൽ മേഘങ്ങളാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊരു നമുക്കറിയാമല്ലോ, ഈ തുലാവർഷ സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്തെ മഴയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇടിയോടുകൂടി വന്ന് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മഴയെല്ലാം മാറുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതിനും മാറ്റം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഡ്യൂറേഷൻ ഈ പറഞ്ഞ പോലെ കൂടി വന്നിരിക്കുന്നു. അപ്പം ഇതെല്ലാം മൺസൂൺ സമയത്ത് നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഈ മഴമേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നതുകൊണ്ട് കൂടുതലും മിനി ക്ലൗഡ് ബസ്റ്റ് ടൈപ്പ് റെയിൻഫോൾ ഉണ്ടാകുന്നു. കുട്ടികളും ഒക്കെ നമ്മൾ 2023 അല്ലെങ്കിൽ പെട്ടിമുടി, കവലപ്പാറ, പുത്തുമല 2019 ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യവും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്ററിന് മുകളിൽ മഴ കിട്ടുന്ന അവസരങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മഴയുടെ പെയ്ത്ത് രീതി മാറുന്നത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. അത് കേരളം ഒന്നും തന്നെയല്ല, ഇത്തരം അതിതീവ്ര മഴകൾ ഏത് സ്ഥലത്ത് സംഭവിച്ചാലും, ഈ മേഘവിസ്ഫോടനം അത് ഏത് സ്ഥലത്തുണ്ടായാലും ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഒക്കെയാണ് അതിൻ്റെ പരിണിത ഫലങ്ങളെന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള തരത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി. ഡോക്ടർ എസ് അഭിലാഷ്, കുസാറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഡോക്ടർ എസ് അഭിലാഷ് ഈ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചത്. വളരെ